ഭൂരിഭാഗം വരുന്ന സുന്നി പണ്ഡിതന്മാരും മഹദി ഇമാമിന്റെ ഈ ഒരു കൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ആളുകൾ തന്നെയാണ്. പക്ഷെ അതിൽ വിശ്വസിക്കാത്ത കുറച്ച് ഉലമാക്കളുടെ ഒരു ചെറിയ കൂട്ടം കൂടിയുണ്ട്. ഇക്കൂട്ടത്തിൽ താബിഈങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ വരെ ഉണ്ട്. അവരുടെ വിശ്വാസത്തിൽ ഈ പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞതായി പറയുന്നത് മുഴുവൻ അത് ഈസബിന് മറിയമിനെ കുറിച്ച് തന്നെയാണ്. ഈ മഹദി ഇമാമിന്റെ ഈ ഒരു കൺസെപ്റ്റിൽ വിശ്വസിക്കാത്ത, അല്ലെങ്കിൽ ഈ മഹദി ഇമാമിന്റെ ഈ കൺസെപ്റ്റിനെ എതിർക്കുന്ന ചില പണ്ഡിതന്മാർ അടുത്ത കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനിയായിട്ടുള്ള ഒരു പണ്ഡിതനാണ് ഇബ്നു ഖൽദൂൻ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ മഹദി ഇമാമിനെ കുറിച്ച് പറയുന്ന മുഴുവൻ ഹദീസും അത് അസ്ഥിരമാണ്, ദുർബലമാണ് എന്നാണ്. മറ്റൊരു പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുള്ള ഇബ്നു സയ്യിദ് അൽ മഹ്മൂദ്, അദ്ദേഹം ഖത്തറിലെ ശരിയ കോർട്ടിന്റെ ഹെഡായിട്ടിരുന്ന ഒരു വ്യക്തിയാണ്, അതായത് ജഡ്ജായിട്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഈ മഹദി കൺസെപ്റ്റിനെ പൂർണ്ണമായി തിരസ്കരിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് പ്രവാചകന്റെ അനുചരന്മാരും അവരുടെ അനുയായികളും, അതായത് സ്വഹാബാക്കളും താബിഈങ്ങളും, അവര് മഹദിയെ കുറിച്ച് ഒന്നും തന്നെ പരാമർശിച്ചിട്ടില്ല എന്നാണ്. ഈ ഷെയ്ഖ് അബ്ദുള്ളയുടെ അഭിപ്രായത്തില് ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിന്റെ വിശകലനത്തില് അഗ്രഗണ്യനായിട്ടുള്ള ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിലും മഹദി ഇമാമിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അതുപോലെ ഷെയ്ഖ് അലി ജുമാ, ഇദ്ദേഹം ഒരു ഈജിപ്ഷ്യൻ മുഫ്തിയാണ്. അദ്ദേഹം പറയുന്നത് സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വിശ്വാസം ഇല്ല എന്നാണ്. മഹദി എന്നൊരു വിശ്വാസം സുന്നികൾക്കില്ല. അത് ഷിയാക്കളുടെ വിശ്വാസത്തിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. അതാണ് അതിന്റെ ഒരു ചുവട് പിടിച്ച് അങ്ങനെയുള്ള ഒരു വിശ്വാസം സുന്നി വിഭാഗത്തിലേക്ക് വന്നിട്ടുള്ളത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഈ മഹദി എന്ന ഈ ഒരു കൺസെപ്റ്റിൽ വിശ്വസിക്കാത്ത ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള സുന്നി പണ്ഡിതന്മാര് ഉണ്ട്. സുന്നികളെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വസിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ മഹദി ഇമാം എന്നത് അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രതിഭാസമാണ്.